ടിപ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് രണ്ട് സോക്കറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ്. ഇത് നമുക്ക് കൂടുതലും എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ള ഒരു സ്വിച്ച് ബോക്സ് എടുക്കുക. സ്വിച്ച് ബോക്സിൽ രണ്ട് സോക്കറ്റ് കൊള്ളുന്ന സ്വിച്ച് ബോക്സ് വേണം, കൂടാതെ ഒരു സ്വിച്ചും. അങ്ങനെ 3 കമ്പോണൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടലി വേണ്ടത്. ഇന്ത്യൻ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വലത് ഭാഗത്തായിട്ട് ഈ കാണുന്ന ഹോള് അവിടെയായിട്ടായിരിക്കും നമ്മുടെ ഫേസ് സപ്ലൈ വരിക. ഇടത് ഭാഗത്തായി ഹോള് നമുക്ക് ന്യൂട്രലിനും കൊടുക്കുക, മുകളിൽ വരുന്ന വലിയ ഹോള് എർത്തിനും വേണ്ടിയിട്ട് കൊടുക്കുക. ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ പറഞ്ഞ എല്ലാ കണക്ഷൻസും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് വലത് ഭാഗത്തായിട്ട് ഫേസും ഇടത് ഭാഗത്തായിട്ട് ന്യൂട്രലും. ഇനി ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് വരുന്നതാണ് ഫേസ് കണക്ഷൻ. ഇടത് ഭാഗത്ത് ഫേസ് കണക്ഷൻ കൊടുക്കുക, വലത് ഭാഗത്തായിട്ട് ന്യൂട്രൽ കണക്ഷൻ കൊടുക്കുക. ചില സോക്കറ്റുകളെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി മാർക്ക് ചെയ്തിട്ടില്ല എങ്കിലുള്ള സ്റ്റാൻഡേർഡ് കണക്ഷനാണ് ഈ ഞാൻ പറഞ്ഞത്. ബാക്ക് സൈഡ് വ്യൂ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇടത് ഭാഗത്തായിട്ടാണ് വരിക. അപ്പം നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം വലതുവശത്തായിട്ട് നമ്മുടെ ഫേസ് സപ്ലൈ കണക്ഷൻ വരണം. ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വയർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ വയർ കാണുന്നത് നമുക്ക് എർത്ത് ലൈനാണ്, യെല്ലോ വയർ ന്യൂട്രൽ ലൈനും, ഓറഞ്ച് വരുന്നത് ഫേസ് ലൈനുമാണ്. ഇത്ര നമ്മൾ ശ്രദ്ധിക്കുക. ഫേസ് ലൈൻ അല്ലാതെ ന്യൂട്രൽ ലൈൻ കൊടുത്താൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഫേസ് ലൈൻ ആയിരിക്കും. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഫേസ് ലൈൻ വേണം സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഫേസ് ലൈന് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുവാണ്. സ്വിച്ചിൻ്റെ ഏത് ടെർമിനൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫേസ് ലൈൻ കണക്ട് ചെയ്യാം. ഇനി മുകളിലാണ് കൊടുത്തതെങ്കിൽ താഴെ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുക, താഴെയാണ് കൊടുത്തതെങ്കിൽ മുകളിൽ നിന്നായിരിക്കും ഔട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടെർമിനലാണോ നിങ്ങൾ കണക്ട് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ടെർമിനലിൽ നിങ്ങൾ ഔട്ട്പുട്ട് എടുത്ത് ഈ സോക്കറ്റുകളിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സോക്കറ്റ് എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തായിട്ടാണ് അതിൻ്റെ ഫേസ് ലൈൻ വരിക. അപ്പോൾ ഞാൻ ഇടതുവശത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 2 സ്വിച്ചിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് 2 വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വയർ ഈ സോക്കറ്റെ കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഫേസ് ടെർമിനൽ എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത്. ഇനി അത് എൻ്റെ 2 വയറും കൂടെ ഉള്ളത് ഭാഗം മുകളിലത്തെ സ്വിച്ചിലേക്ക്, അതായത് രണ്ടാമത്തെ ടെർമിനൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ടെർമിനലിൽ ആ വയറും കണക്ട് ചെയ്തു. ഇനി അടുത്ത സൈഡ് നേരെ എടുത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും കൊടുത്തു, അതായത് ഫേസ് ടെർമിനലിലും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫേസ് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞത്. കാരണം ഫേസിൽ കൂടിയാണ് നമ്മൾ കൺട്രോൾ ചെയ്തുള്ള കറണ്ട് പോകേണ്ടത്. അപ്പം ഞാൻ ഫേസ് ഇവിടെ സ്വിച്ച് കൊടുത്തു. സ്വിച്ചിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എടുത്ത് നേരെ 2 സോക്കറ്റിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള പിന്നുകളിൽ കൊടുത്തു. അതാണ് ഫേസ് പിന്നായിട്ട് വരുന്നത്. സ്റ്റാൻഡേർഡ് കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയെല്ലാം ഡയറക്റ്റ് കണക്ഷൻസ് ആണ്. അതെല്ലാം നേരിട്ട് സോക്കറ്റിലേക്ക് കൊടുക്കുന്ന കണക്ഷൻസ് ആണ്. ഇനി അടുത്ത കണക്ഷൻ ന്യൂട്രൽ ലൈൻ ആണ്. ആ ന്യൂട്രൽ ലൈൻ നമ്മൾ നേരിട്ട് സോക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വിച്ച് വഴിയൊന്നും കൺട്രോളിങ് ഇല്ല. അപ്പോൾ നേരിട്ട് ഞാൻ ഈ സോക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. 2 സോക്കറ്റിലേക്ക് കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരു വയർ കൂടെ അഡീഷണൽ ഇത്തരം ജോയിൻ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ട് ഞാൻ ഈ സോക്കറ്റ് 2ലേക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയായിട്ട്, അതായത് ഈ റൈറ്റ് സൈഡിലാണ് ന്യൂട്രൽ ലൈൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഈ ബ്ലൂ വയർ, ഈ കാണുന്ന ബ്ലൂ വയറാണ് ന്യൂട്രൽ ലൈന്. ആ ന്യൂട്രൽ ലൈൻ അടുത്ത സോക്കറ്റിൻ്റെ ന്യൂട്രൽ ടെർമിനലിലേക്ക് കൂടെ കൊടുക്കണം. അതായത് ഈ കാണുന്ന പിന്നിലേക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂട്രലും ഫേസും ഉള്ള കണക്ഷൻ കംപ്ലീറ്റ് ആവും. ഞാൻ ഇവിടെ തന്നെ ഒന്ന് കയറി ഒന്ന് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കാം. ഇത് ജസ്റ്റ് 6 ആമ്പിയറിൻ്റെ സർക്യൂട്ടാണ്. ചെറിയ ബൾബ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി ചെറിയൊരു സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. 16 ആമ്പിയറിൻ്റെ സർക്യൂട്ട്സും ഇതേ മെത്തേഡിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടത് വയറിൻ്റെ ഗേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല ഗേജുള്ള വയർ വേണം കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ചെറിയ വയർ ആയതുകൊണ്ടാണ് 6 ആമ്പിയർ കൊടുക്കേണ്ടതായതുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ കണക്ഷനാണ് നമുക്ക് ന്യൂട്രൽ ലൈൻ വരുന്നത്. ന്യൂട്രൽ ലൈൻ 2 നേരിട്ടാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, സ്വിച്ചൊന്നുമില്ല, നേരിട്ട് സോക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയുള്ള ഒരൊറ്റ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് പിന്നാണ്. അതേ ഒരു ഗ്രീൻ വയറാണ്. ഇനി ഗ്രീൻ വയറിനും അഡീഷണൽ ഒരു വയറും കൂടെ വേണം. അതും കൂടെ കൊടുത്തിട്ട് വേണം 2 എർത്തും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് വയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ ഉള്ള വയറുകൾ എടുത്താൽ, അതായത് എർത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ വയർ മാത്രം ഉപയോഗിക്കുക, ഫേസിന് വേണ്ടിയിട്ട് റെഡ് വയർ ഉപയോഗിക്കുക, പിന്നെ ന്യൂട്രൽ ലൈന് വേണ്ടിയിട്ട് ബ്ലാക്ക് വയർ ഉപയോഗിക്കുക. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കളർ കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരിയുടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ചെറിയ സർക്യൂട്ടുകളൊക്കെ ചെയ്യുമ്പം പല കളറിലുള്ള വയറുകൾ മുറിച്ച് മേടിക്കുന്നതിലും എഫക്റ്റീവ് ഒരു വയർ തന്നെ വാങ്ങിയിട്ട് അത് ഈ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് അനുസരിച്ച് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വയർ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ട് ഞാനിപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഗ്രീൻ വയർ നേരെ എർത്ത് പിന്നെ പോയി, ആ എർത്ത് പിന്നെയിൽ നിന്ന് തന്നെ അടുത്ത അതിൻ്റെ എർത്ത് പിന്നയിലും പോയി. ഇനി യെല്ലോ വയർ എന്ന് പറയുന്നത് ന്യൂട്രൽ വയറാണ്. അത് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സോക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നതാണ് നമ്മുടെ ഫേസ് കണക്ഷൻ. ആ ഫേസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് വഴി കയറി
സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പം ബാക്ക് സൈഡിൽ നിന്നുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ വന്നു കഴിയുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫേസ് വരണം. അതായത് നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പം റൈറ്റ് സൈഡിലെ ഹോളിൽ നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടാവണം. ആ രീതിയിലാണ് നമുക്ക് ഈ സ്വിച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. അത് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാറിയെന്നോർത്ത് പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ നമുക്ക് ഷോക്ക് അടിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം. അപ്പോൾ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്ന എപ്പോഴും ഫേസ് ആണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഞാനിത് കണക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ടെസ്റ്റർ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വലതുവശത്താണ് കണ്ടോ. അപ്പോൾ ടെസ്റ്റർ കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ചെറിയതായിട്ട് കത്തുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതായത് ആ വലതുവശത്തെ ഹോളാണ് ഇപ്പം ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് കത്തുകയും ചെയ്യണം, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യണം. അതായത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ. അപ്പം ഇൻഡിക്കേറ്റർ ഇവിടെ കത്തുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിനി എർത്തിൻ്റെ അതല്ല എർത്തും ന്യൂട്രും വർക്കിംഗ് ആണോ എന്ന് കൂടെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബൾബ് ഇട്ടൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ സക്സസ് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് കത്തുന്ന ഫേസും ന്യൂട്രും പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഒരു ബോക്സിലാക്കി എടുത്താൽ നമുക്കൊരു എക്സ്റ്റൻഷൻ ബോക്സ് ആക്കാം. മാക്സിമം എത്ര നീളം വേണോ അത്രയും നീളം നമുക്ക് വയറും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇതുപോലുള്ള ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള ട്രിക്കുകളും നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതുപോലത്തുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാവുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.